ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു. കഴിഞ്ഞ ദിവസമല്ല, കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ഈ പ്രഡേറ്ററിനെ കൊണ്ട് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ അന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇതേ ഒരു ഹോട്ടലിലായിട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് ഒരു ഉച്ചയ്ക്ക് 2 മണി വരെയൊക്കെ ഓരോരുത്തരത്ത് കറങ്ങി നടന്നു. അത് കഴിഞ്ഞിപ്പം നൈറ്റിലേക്ക് കറങ്ങാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അത് ഇന്ന് നമ്മളിവിടെ അല്ല സ്റ്റേ. ഓക്കെ, അപ്പോൾ നാളെയാണ് നമ്മൾ റിട്ടേൺ പോകുന്നത്. അപ്പോൾ ഇന്ന് ഇപ്പം രാത്രിയിൽ കുറച്ച് കറക്കവും പരിപാടിയൊക്കെ ഉണ്ട്. ഏതാണ്ടൊരു മ്യൂസിയവും പിന്നെ ഏതാണ്ടൊരു പാർക്കിലൊക്കെ പോകണം. ഓക്കെ, അപ്പോൾ അത് നൈറ്റാണ് നല്ല രസമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ പാർക്കിലും ഏതോ ഒരു മ്യൂസിയത്തിലോ അങ്ങനെ എന്തോ ഒരു സംഭവത്തിൽ പോകണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നാളെ നമ്മൾ വണ്ടർലയിലോട്ടാണ് പോകുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് വൈകിട്ട് നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വണ്ടർലയുടെ അടുത്തായിട്ടുള്ളൊരു ഹോട്ടൽ റിസോർട്ടിലാണ്. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഇന്നത്തെ സ്റ്റേ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ നേരെ വണ്ടർലയിൽ പോകും. അവിടെ കിടന്ന് കുറേ പരിപാടികളെല്ലാം കഴിഞ്ഞ് നാളെ ഉച്ചയ്ക്ക് നമ്മളിവിടുന്ന് തിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളിവിടുന്ന് റിട്ടേൺ പോകും. അപ്പോൾ അതിൻ്റെ പാർട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യാം, പാർട്ട് 3 ആയിട്ട്. ഓക്കെ, അപ്പോൾ അതായിരിക്കും നമ്മുടെ ഫൈനൽ പാർട്ട്. ഓക്കെ, ഈ ഒരു വീഡിയോയുടെ. ഓക്കെ, അപ്പോൾ അതേ ഫുള്ള് DJ ലൈറ്റൊക്കെ ഇട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പം പോകുന്ന സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് വണ്ടർലയൊക്കെ കാണാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ അവിടെ കയറത്തില്ല, കാരണം നൈറ്റിൽ പോയാൽ നല്ലത് കാണത്തില്ല, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ നാളെ ഉച്ചയ്ക്ക് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നാളെ രാവിലെ തൊട്ട് ഉച്ച വരെ അവിടെ കിടന്ന് ഓരോ റൈഡിലൊക്കെ കയറി അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്കാണ് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് നമ്മൾ പോകും. ഓക്കെ, അത് കഴിഞ്ഞ് നേരെ നമ്മൾ സ്കൂളിൽ കൊണ്ട് എല്ലാവരെയും വിട്ടിട്ട് അപ്പോഴേ ഏകദേശം അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു 10-12 മണിയാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇനി നമ്മൾ നേരെ നമ്മുടെ ഷെഡിലോട്ട് വണ്ടി കൊണ്ടിട്ടിട്ട് കഴുകി വൃത്തിയാക്കി ഇടണം. ഓക്കെ, അപ്പോൾ നാളെയാണ് നമ്മുടെ റിട്ടേൺ പോക്ക്. ഓക്കെ, അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് ചെറിയൊരു എന്തോ ഒരു സംഭവം കാണാനായിട്ടാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നേരെ നമ്മളൊരു മ്യൂസിയത്തിൽ പോകും. അത് കഴിഞ്ഞ് ഒരു പാർക്കിൽ പോകും. ഓക്കെ, അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഒരു വണ്ടർലയുടെ അടുത്തായിട്ടുള്ള ഒരു റിസോർട്ടിലാണ് ഇന്നത്തെ സ്റ്റേ. അത് കഴിഞ്ഞ് രാവിലെ അവിടുന്ന് ഇറങ്ങി നമ്മൾ വണ്ടർലയിലോട്ട് കയറും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു പോകും. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ കുറേ ദൂരം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലൊരു റോഡിൽ കൂടാണ് പോകേണ്ടത്. ഒക്കെ നല്ലൊരു കുന്നും വളവും ഒക്കെ ഉള്ള ഒരു റോഡാണ്. നമ്മുടെ വണ്ടിയുടെ ലിപ്പൊക്കെ തട്ടി കുറച്ച് ദൂരം, ഇപ്പം തട്ടുന്നൊന്നുമില്ല. ഓക്കെ, നമ്മുടെ ഈ ഒരു കൊന്തമാല കണ്ടില്ല, നമ്മളൊരു ഈ ഗ്ലോ ചെയ്യുന്നൊരു സംഭവമാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രാത്രി കാണാനൊക്കെ നല്ല രസമാണ്, അതിനാണ് നമ്മൾ അങ്ങനെ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ടൊരു ലെഫ്റ്റിലോട്ട് പോകണം. ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നൈറ്റിലെ ഫസ്റ്റ് ടൂർ പ്ലേസ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഫസ്റ്റിലെ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണിത് നൈറ്റിൽ. ഓക്കെ, അപ്പോൾ അവിടെ കൊണ്ട് വണ്ടി അങ്ങ് പാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, ഇറങ്ങിക്കോ. ഓക്കെ, എല്ലാവരും ഇറങ്ങുന്നൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ ആയിട്ട് എന്തോ ഒരു ഫോട്ടോ എടുക്കാനോ അങ്ങാണ്ടാണ് ഇവർ വന്നത്, അല്ലാതെ വേറെ ഒന്നും ഇല്ല ഇവിടെ കാണാനായിട്ട്. ഓക്കെ, ഇത് എല്ലാവരും പെട്ടിയൊക്കെ പഠിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഓക്കെ, നമുക്കൊണ്ട് എന്തായാലും ഒന്ന് കറങ്ങി നടന്നിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലുക്കൊക്കെ കണ്ടോ? ഓക്കെ, ഒരു റെഡ് കളർ ഒരു ലൈറ്റും പിന്നെ നമ്മുടെ ക്യാബിനൊക്കെ നല്ല രീതിയിൽ ഈ നിയോൺ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റെപ്പും നമ്മുടെ ഈ ഫുഡ് സ്റ്റെപ്സൊക്കെ അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് നിയോൺ ലൈറ്റൊക്കെ വെച്ച്. ഓക്കെ, അപ്പോൾ എല്ലാവരും താഴോട്ടൊക്കെ ഇറങ്ങി പോകുന്നു. നമുക്കിവിടെ ഒന്ന് പോയി നോക്കാം. ഓക്കെ, അതാണ് നമ്മുടെ ഗ്യാങ് ലീഡർ. ഓക്കെ ഗൈസ്, ഇതാണെന്തോ ഒരു ടീച്ചറോ കാര്യങ്ങളോ കണ്ടാണ്.
ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മളിപ്പം കാണാനായിട്ട് വന്നേക്കുന്നത്. ഇവിടെ ഫുൾ ഇരുട്ടാണല്ലോ, ഇവിടെ എന്തോ കാണാനാ? ഓക്കെ, ഇവിടെ എന്തോ ചെടിയോ കാര്യങ്ങളോ ഒക്കെയാണ്. നമുക്കെന്തായാലും നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കാം. ഓക്കെ, ഫുള്ള് ലൈറ്റൊക്കെ കത്തിച്ചൊരു കിടിലൻ ലുക്കാണ്. ഓക്കെ, ഓക്കെ, നല്ല സ്റ്റെപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് പോയേക്കുവാണ്. നമുക്കെന്തായാലും വണ്ടിയുടെ അടുത്തായിട്ടൊക്കെ ചെന്ന് നിൽക്കാം. ഓക്കെ, അവിടെ ഒരു നമ്മുടെ സൈഡിലൊക്കെ ഒരു ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ അകത്ത് സൈഡിലായിട്ട് നമ്മുടെ നിയോൺ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടയറിൻ്റെ അവിടെ ആയിട്ട്. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ബാക്കിലും കുറേ പേര് നിൽപ്പുണ്ടല്ലോ. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ബാക്കിലായിട്ട് കുറേ പേര് നിൽപ്പുണ്ട്. ഓക്കെ, വണ്ടിയുടെ ലുക്ക് കണ്ടോ ഗൈസ്, ഇജ്ജാതി ലുക്ക്. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ബാക്കിലായിട്ട് ആരാണ്ടൊക്കെ ഉണ്ട് ഗൈസ്. ചെക്കൻ ഫുള്ള് നിയോണിൽ കുളിച്ച് നിൽക്കുവാണ്. ഒരു ഫോട്ടോ ഒക്കെ എടുത്തങ്ങ് വെച്ചേക്കാം. നമുക്ക് തംബ്നെയിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടുത്തെ കാഴ്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ തിരിച്ച് പോവുകയാണ്. ഓക്കെ, ഇനി നമ്മളേതോ ഒരു പാർക്കിലോട്ടാണ് പോകുന്നത്. പാർക്കിലല്ല, ഏതോ ഒരു മ്യൂസിയത്തിലോട്ടാണ് പോകാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞൊരു പാർക്ക്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എടുത്തേക്കാം. ഇനി അടുത്ത് നമ്മളേതോ ഒരു മ്യൂസിയത്തിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഇവിടുന്ന് ഓടിച്ച് എടുത്തേക്കാം. ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. നമ്മളൊരു മ്യൂസിയത്തിലോട്ടാണ് പോകാൻ പോകുന്നത്. അതുകൊണ്ട് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. ഇതൊരു കാട് വഴിയൊക്കെയാണ്. പൊട്ടേക്ക് ഇവിടെ ആനയും പുലിയൊന്നും കാണാൻ ചാൻസ് ഇല്ല. കാരണം ഇവിടെയൊക്കെ സെക്യൂരിറ്റിമാരെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ അത്രയും ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ അവിടെ ആനയൊന്നും കാണത്തില്ല. അതാണ്. അല്ലാതെ സെക്യൂരിറ്റിമാർ അവർക്കൊന്നും ആനയും പുലി വന്നാലും ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. അതല്ല പറഞ്ഞു. ഓക്കെ, എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയേക്കാം. ഓക്കെ, ഇവിടെ ഒരു ഇറക്കമാണ്. ലിപ്പ് തട്ടി ഒരു വഴിയായി കാണും. പോട്ടെ. ഓക്കെ, സൈഡ് പറഞ്ഞു തരാനൊന്നും നമ്മൾ ആരെയും കൊണ്ടുവന്നുമില്ല. അതാണ് ഒരു സീൻ. ഓക്കെ, ഇറങ്ങിക്കോ. അങ്ങനെ നൈസായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. വാടാ. ഓക്കെ, അങ്ങനെ ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി സീനില്ല. ഇനി വീണ്ടും ലെഫ്റ്റിലോട്ടാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ അതുപോലത്തെ ഡേഞ്ചറസ് റോഡൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഡേഞ്ചറസ് റോഡാണ് അത്. നമ്മുടെ വണ്ടിയുടെ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ തട്ടും. ഓക്കെ, ഇവിടെ അത്യാവശ്യം സ്പീഡ് എടുത്ത് പോകാൻ പറ്റും. ഇനി നമ്മളൊരു മ്യൂസിയത്തിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വണ്ടർലയൊക്കെ കണ്ടിട്ട് പോകാം. വണ്ടർല വഴിയാണ് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാനേ പറ്റത്തുള്ളൂ. അവിടെ ഇറങ്ങത്തൊന്നുമില്ല നമ്മൾ. അതൊക്കെ നാളെ ഉച്ച തൊട്ടാണ് അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ. വീട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മ്യൂസിയം കേട്ടോ. ഓക്കെ, മേളിലായിട്ടൊരു ഹെലികോപ്റ്ററൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ഒരു എയ്റോപ്ലെയിൻ്റെ ഒരു സംഭവമൊക്കെ കാണുന്നുണ്ട്. എങ്ങനെയോ വന്ന് അബദ്ധവശാൽ ലാൻഡ് ചെയ്ത് ഞാൻ തോന്നുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഫുള്ള് ഹെലികോപ്റ്ററിൻ്റെ പകുതി കാണാം. ഇവിടെ നമ്മുടെ എയ്റോപ്ലെയിൻ്റെ ഈ സൈഡിലെ വിങ്സ് മാത്രം കാണാം. ഓക്കെ, അവിടെ നമ്മുടെ എയർലൈൻസ് കിടപ്പുണ്ട്. പ്രെഡേറ്റർ എയർലൈൻസ്. ഓക്കെ, ഇവിടെ ഒരു എയ്റോപ്ലെയിൻ എങ്ങാണ്ട് കിടപ്പുണ്ട്. അപ്പോൾ ഈ മ്യൂസിയം
നൈറ്റ് ആയാലും ഓപ്പൺ ആണ് ഗൈസ്. അതാണിപ്പോൾ ഇങ്ങോട്ട് വരാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ തിരിച്ച് നേരെ ഒരു പാർക്കിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മ്യൂസിയത്തിലോട്ടുള്ള ഒരു എൻട്രൻസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മ്യൂസിയം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഫുള്ള് ലൈറ്റൊക്കെ ഓഫാക്കി വെച്ചേക്കുമായിരുന്നു. എന്തായാലും ആളെ എല്ലാം കയറ്റിയിട്ട് നമുക്ക് ലൈറ്റ് ഇടാം. ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് ഇങ്ങനെ നിർത്തേണ്ടതാണ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് അടുത്തടുത്താണ് സ്ഥലം. അയ്യോ ഇത് ഗൈസ്, ഇപ്പം നമ്മൾ ആ ജീപ്പിനെ ഇടിച്ചാണ്, നമ്മുടെ പോലീസ് ജീപ്പിനെ. അയ്യോ 2 പോലീസ് വണ്ടി അടുപ്പിച്ച് പോകുന്നു. അയ്യോ എന്തോ എവിടെയോ സീനായിട്ടുണ്ട് എന്തോ, അതാണ് ഈ വണ്ടി ഇങ്ങനെ ഒരുമിച്ച് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പോയേക്കാം. അടുത്ത് നമ്മളൊരു പാർക്കിലേക്കാണ്. അത് നമ്മുടെ വണ്ടർല പോലെ വാട്ടർ തീം പാർക്കൊന്നുമല്ല, സാധാ നോർമലൊരു പാർക്കാണ്. അവിടെ പോയിട്ടാണ് നമ്മൾ നേരെ നമ്മുടെ വണ്ടർലയുടെ അടുത്തുള്ളൊരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആയിട്ട് നമുക്ക് നിന്ന് കഴിഞ്ഞാൽ വണ്ടർല നല്ല രീതിയിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ചെല്ലുമ്പോൾ തിരക്കില്ലാതിരിക്കാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും നമ്മൾ ഇടയ്ക്ക് വെച്ചൊക്കെ കയറി ചെന്നാൽ. അതാണ് നമ്മൾ രാവിലെ തന്നെ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ പാർക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. ഇവിടെ നിന്നൊരു റൗണ്ട് അടിച്ച് അവിടെ കൊണ്ട് നിർത്തിയിട്ടാൽ മതി. ഓക്കെ, ഇതേ അവിടെ ആയിട്ടാണ്. ഇതാണ് പാർക്ക്. ഇത്ര വലിയ പാർക്കൊന്നും അല്ല, ഒരു കൊച്ചൊരു ചുമ്മാ ചെറിയൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വന്നതാണ്. ഓക്കെ, ഇന്ന് നമ്മുടെ മെയിനായിട്ട് നമ്മൾ വണ്ടർലയിലോട്ട് നാളെ ഇപ്പോൾ പോവുകയാണ്. അത് കഴിഞ്ഞ് നാളെയുള്ള അവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ. ഇന്ന് അവിടെ ചുമ്മാ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇത് എല്ലാവരും ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കൂടെ ഇറങ്ങാം. ഓക്കെ, നമ്മളിതേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒരു വൈറ്റ് ഷർട്ടൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ഇവരൊക്കെ ഇവിടെ നിൽക്കുവാണ്. ഇവിടെ നൈറ്റ് വന്നാലേ ഇവിടെ നല്ല രസമൊക്കെ ഉള്ളൂ. അതാണ് നമ്മൾ നൈറ്റ് വരാൻ കാരണം. നല്ല ലൈറ്റും ഇതൊക്കെ ആയിരിക്കും. ഓക്കെ, അവിടെ ഒരു പ്രതിമയൊക്കെ നിൽക്കുന്നുണ്ട്. കുറച്ച് പേര് അവിടെ കയറി ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ടൈമും കാര്യങ്ങളൊന്നും ഇല്ല, പെട്ടെന്ന് തന്നെ പോകണം. അപ്പോൾ ഇവരൊക്കെ നിർബന്ധിച്ചുകൊണ്ടാണ് നമ്മളിവിടെ നിർത്തിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരെ പോവുകയാണ്. ഓക്കെ, അങ്ങനെ ആ ചെറിയൊരു പാർക്കായിരുന്നു. അപ്പോൾ അത് അവിടെ വലിയ കാണാനൊന്നും ഇല്ല. ഓക്കെ, ജസ്റ്റ് ചെറിയൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തെല്ലാവരും. ഓക്കെ, എന്തായാലും നമുക്കും അങ്ങ് പോയേക്കാം. ഇനി നമ്മൾ നേരെ വണ്ടർലയിലോട്ടാണ്. ഓക്കെ, അവിടെ ഇന്ന് സ്റ്റേ. അത് കഴിഞ്ഞ് നാളെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് വണ്ടർലയുടെ അടുത്തായിട്ട് ഒരു ഇതിലിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് സ്റ്റേ. അപ്പോൾ നമ്മളിതേ വണ്ടി എടുത്ത് അവിടെ നിന്ന് കറക്കി ഇവിടെ കൊണ്ടിടാനാണ് പ്ലാൻ. ഈ ഒരു നീല കാറിൻ്റെ ഇപ്പുറത്തായിട്ട് ഇടാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. ഇല്ലെങ്കിൽ ഫുള്ള് ഈ ബസ്സും അതുപോലെ വണ്ടിയും കാറും ഒക്കെ ആയിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് റിവേഴ്സിലേക്ക് ഇറക്കി അങ്ങിടാം. ഓക്കെ, നമ്മൾ വണ്ടി ഫുള്ള് ലൈറ്റൊക്കെ കത്തിച്ച് സെറ്റാക്കിക്കൊണ്ട് വന്നേക്കുവാണ്. നമ്മൾ വൈപ്പർ ഇട്ടത് മഴയുണ്ടായിട്ടല്ല, ചുമ്മാ ഒരു നല്ലൊരു രസമല്ലേ കാണാൻ, അതിനു വേണ്ടിയാണ്. ഓക്കെ, ഇത് കുറേ നേരമായിട്ട് നമ്മൾ കുറേ പോലീസുകൾ പോകുന്ന കാണുന്നുണ്ട്. എന്തോ ഒരു സീനുണ്ട്. അതാണ് ഇപ്പം ഒരു 3-4 വണ്ടി അടുപ്പിച്ച് പോയി. ഓക്കെ ഗൈസ്, അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ബൈ.